നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരിച്ചയാളുടെ കുടുംബത്തിന് 3 കോടി രൂപ ബ്ലഡ് മണി കൊടുക്കണം. 3 കോടിയോ? കൊടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്റെ ഇത്തരം സ്വഭാവം ജഗദീഷേട്ടന് അറിയാവുന്നതല്ലേ? ജഗദീഷേട്ടൻ അങ്ങ് ക്ഷമിച്ചോളാം. പോരാ 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 മാലതി, നീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ കൊള്ളില്ലാത്തവനാ, മാടമ്പിയ. തക്ക ശിക്ഷ എനിക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കണം. എന്നെ ഒരു 2 ദിവസത്തേക്കെങ്കിലും പിടിച്ച് അകത്തിടണം. എനിക്കതൊരു ഉപകാരമാ. നിന്നെ ഉപേക്ഷിച്ച് കളയാൻ 4 ആള് കേട്ടാൽ ന്യായമുള്ളൊരു കാരണം ഞാൻ തേടി നടക്കുക. ഒന്ന് പോ ജഗദീഷേട്ടാ. സാവിത്രി ചേച്ചി അങ്ങനെ വന്ന് കാശ് ചോദിച്ചപ്പോ ഞാനൊന്ന് പ്രതികരിച്ചു പോയി. ഞാനും ഈ വീട്ടിലെ അംഗമല്ലേ, എനിക്ക് മിണ്ടാനുള്ള അവകാശമൊന്നും ഇല്ലേ? ഓ, അപ്പൊ ചേച്ചി അമ്മയോട് കാശ് വെച്ചത് വലിയ തെറ്റാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അത് സ്ഥിരം ഒരു ഏർപ്പാടെന്നേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എടീ, കൂട്ടത്തിൽ ഒരാൾക്കൊരു ആവശ്യം വരുമ്പോ കൂടെ ഒന്ന് സഹായിക്കേണ്ട നമ്മളല്ലേ? ഈ രാമേട്ടൻ ഇതുപോലെ ഇതിനു മുമ്പും പല ഏടാകുടങ്ങളും ചാടിയിട്ടുണ്ട്. അന്നൊക്കെ വാരിക്കോരി പണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാള് മാത്രം ഇങ്ങനെ ബുദ്ധിമോശം കൊണ്ട് അക്കടി പോയി ചാടുക, അതിന് അമ്മ എപ്പോഴും ഇങ്ങനെ സഹായിക്ക. പോകുന്നത് ചെമ്പകമംഗലത്തെ കാശല്ലേ, ആ കാശ് നമ്മുടെ കുട്ടിക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ? ഓ, നീ വളരെ ദീർഘവീക്ഷണമുള്ള ആളാണല്ലോടി. മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ നീ ഗാഠമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നു. എന്താ എനിക്ക് ചിന്തിക്കാൻ പാടില്ലേ? ഞാനൊരു അമ്മയല്ലേ. നീ നല്ലൊരു അമ്മയായിട്ട് മാറുന്നതിലേക്ക് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും സന്തോഷം തോന്നാത്ത പല കാര്യങ്ങളും നീ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. ജഗദീഷേട്ടൻ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ ആ മൈഥിലിയെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ജഗദീഷേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഓ, അപ്പൊ നീ മൈഥിലിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ഞാൻ എവിടെ നിന്നാലും അവൾ അടുത്ത് വന്ന് ഒട്ടി ഒട്ടി നിൽക്കും. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. അല്ല, അത് അവളോട് ഒട്ടാൻ വരരുത് എന്നങ്ങ് പറഞ്ഞാ പോരെ? അത് പറയാൻ എനിക്കൊരു മടി. കാരണം ഞാൻ അവളെ പോലൊരു പെണ്ണല്ലേ. നീ അവളെ പോലൊരു പെണ്ണല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ജഗദീഷിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. നീ ആ മൈഥിലിയെ പരസ്യമായിട്ട് രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അത് നിർത്തിയില്ലെങ്കിൽ നിന്റെ നാശം നീ തന്നെ വരുത്തി വെക്കുന്നു കരുതിയാ മതി. ജഗദീഷേട്ടാ, പിന്നെ ഭാര്യയുടെ തലേണ മന്ത്രം കേട്ട് ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്ന മണുകുണഞ്ഞ ഭർത്താവല്ല ഞാൻ. സ്മരണകൾ ഉണ്ടായിരിക്കണം. എനിക്കെല്ലാവരും വേണം. അതുകൊണ്ട് എന്റെ ചേച്ചി അവരുടെ ഭർത്താവിന് വേണ്ടി കാശ് ചോദിച്ചതിലൊന്നും നീ കയറി ഇടപെടണ്ട. നീ എന്റെ ഭാര്യയാ. പിന്നെ നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധം ഈ കുടുംബത്തിന്റെ ഒരു നാശകോടാലി ആവരുത്. പറഞ്ഞേക്കാം. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അറിയില്ല മോളെ. വാ നിക്ക്. ആ മാലതി അവിടെ നിൽക്കുമ്പോ സാവിത്രിക്ക് വന്ന് കാശ് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജഗദീഷ് അവിടെ നിന്നതുകൊണ്ടാണ് അവള് കൂടുതലൊന്നും പറയാതിരുന്നത്. ദേ, നിങ്ങളെപ്പോലത്തെ സ്വഭാവക്കാരിയല്ല മാലതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി അവള് കുടുംബം പടക്കളമാക്കി കളയും. ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല അമ്മേ. ആ, ചിന്തിക്കണം. ഇത് അണുകുടുംബമല്ല, കൂട്ടുകുടുംബം. മക്കളെയും മരുമക്കളെയൊക്കെ വേർതിരിച്ച് കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. ഞാൻ പക്ഷാഭേദം കാണിച്ചത് പറഞ്ഞു കളയും. അതല്ല മുത്തശ്ശി, കാശിന് ആവശ്യം അമ്മാവനല്ലേ. അപ്പോ അമ്മായി നുണ പറയാൻ വഴിയില്ല. ഇത് പല പ്രാവശ്യമായി മോളെ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും വിഷമം തോന്നി. പറയാതിരിക്കാൻ ഒക്കുവോ? മാലതി നിന്നതുകൊണ്ടാ ഞാൻ അത്രയും പറഞ്ഞത്. സാവിത്രി വല്ലാതെ വിഷമിച്ചാ പോയെന്ന് മീനാക്ഷി പറഞ്ഞു. അമ്മ സാവിത്രി വിളിച്ചൊന്ന് വിവരങ്ങൾ പറയണം. സാവിത്രിയും രാമഭദ്രനും അപ്പൂപ്പനും അമ്മൂമ്മയായി, എന്നിട്ടും ഒരു കാര്യപ്രാപ്തി ഇല്ലാന്ന് വന്ന ഏതായാലും ഞാൻ അവളോട് സാവധാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ന്യായമുള്ളതാണെങ്കിൽ സഹായിക്കാം.
അമ്മ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ ഉള്ളൂ. ഉള്ള ശുദ്ധ. ആരെങ്കിലും കരഞ്ഞു കാണിച്ചാ അമ്മ അപ്പ അലിയും. മനസ്സലിവിന്റെ തമ്പുരാട്ടിയാ നിന്റെ മുത്തശ്ശി. ഒരു മനസ്സിലുമില്ലാത്ത സ്ത്രീ ഇവരെങ്ങനെ എന്റെ അമ്മയായത്? അച്ഛനമ്മയെ പേടിയാ. ഓ, ഭയങ്കര വാത്സല്യ മകളായ എന്നോട്. പക്ഷേ ഒരാവശ്യം പറഞ്ഞ അപ്പ എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോ ആർക്കും മനസ്സിലാവാത്ത കുറെ തത്വചിന്തയെ പറയും. തത്വചിന്ത പറയുന്നതിന് മുടക്കൊന്നും ഇല്ലല്ലോ. കിടുങ്ങിപ്പോയി. രാമേട്ടനായിരിക്കും. ഹലോ സാവിത്രി, ഇത് ഞാനാ രാമഭദ്രൻ. ആ രാമേട്ടാ, മുറിയിലാണോ? ഞാൻ എന്റെ ഫ്ലാറ്റിലോ അല്ല, മുറിയിലോ അല്ല. ഞാൻ വേറൊരു ഫ്രണ്ടിന്റെ മുറിയിലാ. അത്രയ്ക്ക് പ്രശ്നമാണോ രാമേട്ടാ? പ്രശ്നമാണ് സാവിത്രി. അതോടെ നിൽക്കട്ടെ, പണത്തിന്റെ കാര്യം എന്തായി? ഒരു രക്ഷയില്ല രാമേട്ടാ. അമ്മ കൈയൊഴിഞ്ഞു. ഒരു സഹായവും ചെയ്യില്ലെന്ന് ഉറപ്പായി. എന്താ സാവിത്രി നീ പറയുന്നത്? പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യും? അതെ, ചോദിക്കുമ്പോ കാശ് വാരിത്തരാൻ ഇവിടെ കാശില്ലെന്നാ പറയുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെറുതെ എന്നെ നാണം കെടുത്തുകയും ചെയ്തു. ഞാനിനി എന്ത് ചെയ്യും? ശരിക്കും അവിടെ ഉണ്ടായത് എന്താ രാമേട്ടാ? കാര്യങ്ങൾ എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയ്. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം, എങ്കിലേ നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ആ പറ. അത് എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? എന്ന് വെച്ചാ കാർ ഒരാളെ ഇടിച്ചു. ഓൺ ദ സ്പോട്ടിൽ അയാൾ മരിച്ചു. രാമേട്ടാ, ആൽക്കഹോൾ പ്രൊഹിബിറ്റഡ് എമിറേറ്റ് ആണ് ഷാർജ എന്നറിയാലോ. സംഭവ സമയത്ത് ഞാൻ അല്പം മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ രാമേട്ടാ ഈ പറയുന്നത്? ഇവിടെ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ കുഴപ്പമാ. എന്റെ ദൈവമേ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. മരിച്ചയാളുടെ കുടുംബത്തിന് 3 കോടി രൂപ ബ്ലഡ് മണി കൊടുക്കണം. 3 കോടിയോ? കൊടുത്താൽ അതിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോ വധശിക്ഷയും. അമ്മ കാര്യം എന്താണെന്ന് പോലും ചോദിച്ചില്ലേ? ഇല്ല രാമേട്ടാ. ഞാനിനി എന്ത് ചെയ്യണ്ട ഈശ്വര? ഈ അന്യനാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും. രാമേട്ട വിഷമിക്കാതെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തെങ്കിലും ചെയ് സാവിത്രി, ഇല്ലെങ്കിൽ രാമേട്ട ധൈര്യമായിട്ടിരിക്കെ. ഈ സാവിത്രിയാ പറയുന്നത്. എന്റെ രാമേട്ടന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ചെമ്പകമംഗലത്തിന്റെ അറക്കടിയിൽ നീതിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.